ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് കഴിച്ചിട്ടാണ്. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാനതങ്ങ് കഴിക്കും. ഇല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. പിന്നെ കുറച്ച് വെള്ളം കുടിക്കും. രാവിലെ കുറച്ചധികം വെള്ളം കുടിക്കും കേട്ടോ. കുറച്ച് നേരത്തെയൊക്കെ എണീക്കണം എന്നൊക്കെ കരുതിയായിരുന്നു കിടന്നത്. കാരണം എക്സാം ഞാൻ എഴുതി, പക്ഷേ എൻ്റെ ആൻസറിക്കൊക്കെ നോക്കി മാർക്കൊന്നും എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റഡി ഗ്രൂപ്പിൽ. എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി വീണു. അപ്പോൾ രാവിലെ എണീറ്റത് ചെയ്യാം, എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ കരുതി. പക്ഷേ വൈകിപ്പോയി. ഒരു 7 മണിയായി കഴിഞ്ഞാൽ എണീറ്റപ്പം. അപ്പം ഇനി എന്തായാലും എക്സാം എഴുതിയല്ലോ, അപ്പം പതുക്കെ ഇനി അപ്ലോഡ് ചെയ്യാം, രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ലോങ് വീഡിയോയും കൂടി ഇടയ്ക്ക് ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാത്തത്. ഒരു ലോങ് വീഡിയോയ്ക്ക് പറ്റിയ കണ്ടന്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസത്തെ PSC പഠനവും ഗാർഡൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. രാവിലെ കുറച്ച് നേരം അമ്മേനൊന്ന് ഹെൽപ്പ് കിട്ടും അടുക്കളയിൽ. ഞാനും അമ്മയും കൂടിയാണ് രാവിലത്തെ പരിപാടികളൊക്കെ. ഇന്നെന്താ കഴിക്കാൻ? പുട്ടും ചെറുപയറും. പിന്നെ എക്സാം എഴുതി വെച്ചതാണ് കേട്ടോ, നോക്കിയിട്ടില്ല. എത്ര വിസിലാ? ഒന്നും കൂടിയോ? ഇതാണോ പൊടിച്ച് വെച്ചേക്കുന്ന തേങ്ങ? ഓക്കെ. ചെറുപയറായിരുന്നു കുക്കറിൽ. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വിശപ്പായിരിക്കും. കാരണം രാത്രി കുറച്ച് നേരത്തെ കഴിക്കും, ഒരു 6 മണി 7 മണിക്കുള്ളിൽ കഴിക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അതിന് ഞാൻ ചെയ്യുന്നത് സീഡ് കഴിക്കലാണ്. സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഉണ്ടാവാറുണ്ട് വീട്ടിൽ. അപ്പോൾ അത് കുറച്ച് കഴിക്കും, പിന്നെ വെള്ളം കുടിക്കും. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചെറുപയറും പുട്ടും പിന്നെ സ്റ്റീംഡ് വെജിറ്റബിൾസും ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു അമ്മയ്ക്ക്. ബാക്കിയെല്ലാം അമ്മ ചെയ്തോളും. എനിക്കാണെങ്കിൽ പുട്ട് നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചുമന്നുള്ളി അരിഞ്ഞിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനാണ് പുട്ട് നനയ്ക്കെങ്കിൽ ചുമന്നുള്ളി അരിഞ്ഞിടും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് തേങ്ങ എനിക്ക് അധികം വേണം പുട്ട് കഴിക്കുമ്പോൾ. പിന്നെ സാലഡ് 3 നേരവും മിക്കവാറും ഭക്ഷണത്തിനൂടെ സാലഡ് ഉണ്ടാവും. അപ്പോൾ സാലഡ് അരിഞ്ഞു കൊടുക്കുന്നതും എൻ്റെ പണിയാണ്. എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ് സാലഡിന് അരിയാന്നുള്ളത്. ഇന്ന് സ്റ്റീംഡ് വെജിറ്റബിൾസ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, ബുഷ് ബീൻസ്, ഇത്രയേ ഉള്ളൂ. ചിലപ്പം ബ്രൊക്കോളി ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഇത്തവണ അത് മേടിച്ചില്ല. അപ്പോൾ സാലഡിനുള്ളത് റെഡിയായി. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. മൂടി അമ്മയ്ക്ക് കഴിക്കാൻ റാഗിപ്പുട്ടാണ് കേട്ടോ. ഞാനും അച്ഛനും അരിപ്പുട്ടും, അമ്മ റാഗിപ്പുട്ടുമാണ് കഴിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ക്ലീൻ ആക്കൽ അതൊക്കെ തന്നെയാണ്. അതിന് വിറക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. വിറക് തീർന്നു പോയി, അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതും എൻ്റെ ഒരു ജോലിയാണ് കേട്ടോ. അപ്പം ഞാനില്ലെങ്കിൽ അമ്മ ചെയ്യും. വിറകെല്ലാം ടെറസിലാണ്ട് കൊണ്ടിട്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. അപ്പം ഞാൻ ഇല്ലാത്തപ്പോൾ അമ്മ ചെയ്യുന്നത് ഇവിടെ നിന്ന് എടുത്തിട്ട് താഴേക്കിടും, ടെറസിൽ നിന്ന് എടുത്ത് താഴേക്കിടും, എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ടും. അപ്പോൾ അതൊരു ഇരട്ടിപ്പണിയില്ല. അപ്പം ഞാനുള്ളപ്പം ഞാൻ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കും, അമ്മ അടുക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ നിറച്ച് വയ്ക്കും. അപ്പോൾ അത് തീർന്നു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തു. പിന്നെ വിറകടുക്കി ഞാൻ ചാക്കിൽ കൊണ്ടുപോയി അമ്മ ഒക്കെ അടുക്കി വെച്ചോളും. പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. അമ്മ ചീരയൊക്കെ ആയിരുന്നു, അപ്പോൾ ചീര അരിയുമായിരുന്നു അമ്മ. ഞാൻ മിറ്റടിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. കാരണം എപ്പോഴാണെങ്കിലും ഞാൻ മിറ്റടിച്ച് തീർന്ന വഴിക്ക് മഴ പെയ്യും. അപ്പോൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും വെയിലൊക്കെ വന്നു. പിന്നെ ഇങ്ങനെ ചവറൊക്കെ നിറഞ്ഞെടുക്കില്ല, അപ്പം അടിക്കാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് അമ്മയാണെങ്കിൽ തലേ ദിവസം ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം ശരിക്കും അങ്ങോട്ട് മഴ പെയ്തില്ല, ബ്ലീച്ചിങ് പൗഡർ ഇട്ടേ പിന്നെ. അപ്പോൾ അവിടേക്കൊന്ന് അടിച്ച് കഴുകി. പിന്നെ നമ്മുടെ ചെടികളൊക്കെ നോക്കി. ചട്ടികളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി അതിലെല്ലാം ചെടികൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. എനിക്ക് കുറച്ചധികം ചട്ടികളും കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉടനെ വേണ്ട, ഇപ്പം ഇത്രയും വാങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി അതിൽ ചെടികളൊക്കെ വെക്കണം. മുളക് ഉടക്കാൻ വെച്ചതാണ് അമ്മ. ഓർക്കണേ, മുളക് വെച്ചേക്കുന്നേ. ഞാൻ അകത്തോട്ട് പോവാം. അകത്തോട്ടല്ല, കടയിൽ പോകാനുണ്ട്. ഉച്ചയ്ക്കുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നാരങ്ങാവെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞമ്മ.
ഇടനേരം ഒരു നാരങ്ങോളം ഉണ്ടായിരുന്നു, ചിയാസീഡ് നാരങ്ങോളം. ചിയാസീഡും ഉപ്പിട്ട നാരങ്ങോളാണ് കേട്ടോ. അമ്മയ്ക്കുള്ളതാണ് ഇടനേരം, അപ്പോൾ എനിക്കും കൂടി ഒരു ഗ്ലാസ് തരും അമ്മ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി കടയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഇതാ പൂച്ചക്കുട്ടന്മാർ ചോറിനായിട്ട് വന്ന് ബഹളം. കടയിൽ പോകാൻ ഇറങ്ങിയതാണ്, പിന്നെ അങ്ങനെ ഫോൺ നോക്കിയിരുന്നു. ഞാൻ രാവിലെ ഫോൺ അങ്ങനെ നോക്കാറില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫോണൊക്കെ നോക്കുന്നത്. അങ്ങനെ കടയിൽ പോവാണ്. കടയിൽ പോയിട്ട് വന്നു, ഇനി പഠിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. രസം ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നും രസം ഉണ്ടാക്കി എന്നോടൊന്ന് ടേസ്റ്റ് നോക്കാൻ പറയും. പുളി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പുളിയൊക്കെ വേണം. അപ്പോൾ എന്നും എന്നോട് ചോദിക്കും പുളി ഉണ്ടോ എന്ന് നോക്കാൻ പറയും. രസം ഉണ്ടാക്കിയുള്ള സ്ഥിരം പരിപാടിയാണ്, എന്നോടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയും. എന്തായാലും വൈകി. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ വിചാരിച്ചു. ഒരു 12:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാനും അമ്മ നേരത്തെ കഴിക്കും. അച്ഛൻ ഷാർപ്പ് 1 മണിക്ക് അച്ഛൻ കഴിക്കത്തുള്ളൂ, ന്യൂസ് കണ്ടിട്ട്. ഉച്ചയ്ക്ക് 1 മണിയുടെ വാർത്തയും കണ്ടിട്ടാണ് അച്ഛൻ ഊണ് കഴിക്കുക. അപ്പോൾ ഞാനും അമ്മ നേരത്തെ കഴിച്ചു. എന്തായാലും നേരത്തെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഉച്ചയ്ക്ക് ചിക്കനും ചീരയും പിന്നെ രസം പിന്നെ സാലഡ്. അങ്ങനെതാ പഠിക്കാൻ കയറി. അപ്പം ആദ്യം എക്സാം എഴുതി വെച്ചതൊന്ന് അപ്ലോഡ് ചെയ്യണം. ആദ്യം ആൻസർ നോക്കുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻസർ കീ നോക്കി കഴിഞ്ഞിട്ട് അതും ആൻസർ ഷീറ്റും പിന്നെ മാർക്ക് എൻ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം പഠിക്കാനുണ്ടായിരുന്നു. ഞായറാഴ്ച എക്സാം ഉണ്ട്, ക്ലാസ്സിൽ എക്സാമും ഉണ്ട്, ക്വസ്റ്റ്യനും ചോദിക്കും. എക്കണോമിക്സും പിന്നെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളായിരുന്നു ഈ ആഴ്ച പഠിക്കാൻ തന്ന ടോപ്പിക്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. ഒരു 4 മണി വരെ അങ്ങനെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എന്താ ഇന്ന് ഇടുക, വീഡിയോ ചെയ്യണമല്ലോ, കണ്ടൻറ് എന്താണെന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും ഞാൻ വൈകുന്നേരമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഡാൻസ് വീഡിയോ ആണെങ്കിലും ഗാർഡൻ വീഡിയോ ഒക്കെ ആണെങ്കിലും വൈകുന്നേരമാണ് ചെയ്യാറ്. അപ്പം ഇതിനിടയിൽ ഞാൻ എന്തിടും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞു കേട്ടോ. എക്സാം എഴുതി മാർക്കൊക്കെ അയച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഞാൻ റാങ്ക് ഫയലിൽ നിന്ന് ഓരോ പോർഷൻസ് മാറ്റി കേട്ടോ, പഠിക്കാനും നോക്കാനൊക്കെ എളുപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ടോപ്പിക്ക് വെച്ച് ഞാൻ റാങ്ക് ഫയലിൽ നിന്ന് മാറ്റിയതാണ്. ഡ്രസ്സ് എടുക്കാൻ പോയതാണ്, പക്ഷേ ആക്ച്വലി ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ടല്ല പോയത് ടെറസിൽ. പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്. ഞാൻ ഒരു പൈപ്പ് അന്വേഷിച്ച് പോയതാണ് ടെറസിൽ. അപ്പോൾ ഡ്രസ്സ് കിടക്കുന്ന കണ്ടു. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. മണി പ്ലാന്റ് പടർത്താൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് അന്വേഷിച്ച് പോയതാണ്. കുറച്ച് വണ്ണമൊക്കെയുള്ള പൈപ്പ് കാണാമായിരുന്നു, ഒരു PVC പൈപ്പ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒരെണ്ണം ഒത്തു കിട്ടി. അപ്പോൾ അതിൽ വലിയ ലീഫുള്ള മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മരത്തേലോ അങ്ങനെ മതിലേലോ ഒന്നും പടർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ മണി പ്ലാന്റ് എവിടെയെങ്കിലും പറ്റി പിടിക്കുമ്പോഴമ്മ പറയും അതേ മതിലിലോട്ട് പോകുന്നു മാറ്റാൻ പറയും അമ്മ. അപ്പോൾ അതിന് എനിക്കാണെങ്കിൽ വലിയ ലീഫുള്ള ഒരെണ്ണം സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വീഡിയോയും ചെയ്തു കേട്ടോ. കുറച്ച് മഴയും നനഞ്ഞു. അപ്പോൾ തുണിയൊക്കെ അമ്മ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് വരാമെന്ന് വെച്ചു. വേഗം കുളിക്കാനൊക്കെ പോയി. അമ്മയാണെങ്കിൽ ഇത് ഉച്ചക്കാലത്തെ ചിക്കനാണ് കേട്ടോ, വറുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പിന്നെ വൈകുന്നേരം കഴിക്കാൻ വെജിറ്റബിൾ സൂപ്പായിരുന്നു. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് കരിഞ്ഞു കൊടുത്തു. അങ്ങനെ സൂപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ കരിഞ്ഞു കൊടുത്തു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളാൻ പറഞ്ഞു. സൂപ്പ് ഞാനിപ്പോൾ ഉടനെ കഴിക്കാതിരിക്കുന്നില്ല, കാരണം വീഡിയോ എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം. ഇന്ന് ഇടാനുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുഡ് കഴിച്ച് അച്ഛനമ്മയൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ അമ്മ സൂപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ചിക്കൻ വറുത്താണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് കറിയിൽ നിന്ന് എടുത്ത് വറുത്ത ചിക്കൻ അടിപൊളിയല്ലേ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ വീണ്ടും പഠിത്തമാണ്. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, കോച്ചിങ് ക്ലാസ്സിൻ്റെ തന്നെയായിരുന്നു ഓൺലൈൻ ക്ലാസ്. 10 തൊട്ട് 11 വരെ അതുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം എന്നൊക്കെ പഠിക്കും. ഇതിലൊരു കാര്യം മിസ്സിംഗ് ആണ് കേട്ടോ. ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അങ്ങനെ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ പറ്റാറില്ല, കാരണം വൈകുന്നേരമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം വൈകുന്നേരം ആ സമയം അങ്ങനെ അങ്ങ് പോകും, വല്ലപ്പോഴൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.